ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നത്? ഇൻ്റഗ്രൽസിലെ 4th എക്സസൈസ് എത്തി കേട്ടോ നമ്മൾ കേട്ടോ. ഇനി ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. എക്സസൈസ് 7.3 ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് 7.3 ക്വസ്റ്റ്യൻ നമ്പർ 22. Exercise 7.3 question number 22. Integral 1 by cos x minus a into cos x minus b dx. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമ്മുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സൈൻ എ മൈനസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമ്മുടെ ഫ്രാക്ഷന് ചേഞ്ച് ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് ആ ലൈറ്റ് വേണമെങ്കിൽ കിട്ടും. ലൈറ്റ് വേണ്ടേ? ഐശ്വര്യക്ക് ലൈറ്റ് വേണ്ട? ആ ഓക്കെ. സോ സൈൻ എ മൈനസ് ബി ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേപോലെ ചെയ്യാം. ഇൻറ്റു 1 ബൈ cos x minus a into cos x minus b dx. ഓക്കെ, ഇനി ഇവിടെ സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ, അപ്പോൾ നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാമല്ലോ. ഡിനോമിനേറ്ററിലെ മാത്രം ഞാൻ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ 1 ബൈ സൈൻ എ മൈനസ് ബി ഇന്റഗ്രൽ സൈൻ എ മൈനസ് ബി divided by cos x minus a into cos x minus b into dx. ഓക്കെ, ഇനി ഞാൻ ഇവിടെ a മൈനസ് ബി ഉണ്ട് അല്ലേ, ഈ a മൈനസ് ബിനോട് ഒരു എക്സ് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യാം. എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. സോ 1 ബൈ സൈൻ എ മൈനസ് ബി ഇന്റഗ്രൽ സൈൻ a minus b plus x minus x divided by cos x minus a into cos x minus b dx. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യാണ്, which is equal to 1 by sin a minus b integral sin x minus b plus a minus x divided by cos x minus a into cos x minus b dx. നോക്കി, ഞാൻ എന്താ ചെയ്തേ, ഇതിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ എക്സ് ഇവിടെ എഴുതി എക്സ് മൈനസ് ബി കണ്ടോ, പിന്നെ എന്ത് ചെയ്തു, ഇവിടെ ഒരു പ്ലസ് എ ഉണ്ട് മൈനസ് എക്സ്, ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി സൈൻ ഇവിടെ നോക്കിയത് സൈൻ എ പ്ലസ് ബി ഫോമാറ്റിലല്ലേ കിടക്കുന്നത്. എന്താ സൈൻ എ പ്ലസ് ബി? സൈൻ എ പ്ലസ് ബി എന്താ? ഒരു സെക്കൻഡ്, ഇവിടെ നോക്കാം. നമുക്ക് ഈ ഡിനോമിനേറ്ററിന്റെ ഫോമിലേക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ എ മൈനസ് എക്സ് ആണ്, ഇവിടെ എക്സ് മൈനസ് എ ആണ്. അപ്പൊ ഇതിന് എക്സ് മൈനസ് എ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു മൈനസ് പുറത്തേക്ക് എടുത്താൽ മതിയല്ലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ എ മൈനസ് ബി ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് ബി മൈനസ് എക്സ് മൈനസ് എ divided by cos x minus a cos x minus b dx. ഇനി പറഞ്ഞേ, sin a minus b എന്താ? എന്താ sin a minus b? എന്താണ് സൈൻ എ മൈനസ് ബി? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ എ ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഇവിടെ, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ സൈൻ ഓഫ് എ മൈനസ് ബി ഇന്റഗ്രൽ സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എ. എ എന്താ ഇവിടെ?
x minus b cos b എന്താ x minus a minus x ആണോ x minus a minus cos a x minus b sin x minus a divided by cos x minus a cos x minus b dx. ഇങ്ങനെ കിട്ടിയോ? ഇപ്പൊ എഴുതണ്ടാരും, ഞാൻ സമയം തരാം, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും കിട്ടിയോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാൻ. നമുക്കൊരു മൈനസ് ഉണ്ട് അല്ലേ? അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇസ് ഈക്വൽ ടു 1 by sin a minus b integral sin x minus b cos x minus a divided by cos x minus a cos x minus b minus cos x minus b sin x minus a divided by cos x minus a cos x minus b dx. ഇനി എന്ത് ചെയ്യാം? cos x minus a cos x minus a ക്യാൻസൽ ചെയ്യാം. cos x minus b cos x minus b ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇത്രയൊന്നും എഴുതിക്കേ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഒന്നും കൂടെ പറയണോ എവിടെയെങ്കിലും? വേണ്ട. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? പ്രണവ് കഴിഞ്ഞോ? ഐശ്വര്യ കഴിഞ്ഞോ? ഇനി എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലെ? ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് കിട്ടും? 1 by sin a minus b integral sin x minus b divided by cos x minus b dx minus integral sin x minus a by cos x minus a dx. എന്താണ് sin by cos? sin by cos tan 1 by sin a minus b integral tan x minus b dx minus integral tan x minus a dx. ഇനി എന്താണ് ഇന്റഗ്രൽ tan x എന്ന് പറയുന്നത്? ഇന്റഗ്രൽ tan x log sec x. വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? മൈനസ് ലോഗ് കോസ് എക്സ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. log sec x ആണ് പഠിച്ചേക്കുന്നത്.
So equal to 1 by sin a minus b log എന്താ വരാ പറ sec x minus b ഇവിടെ മൈനസ് log sec x minus a plus c ഇതല്ലേ കേട്ടാ എഴുതിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻ ടേംസ് ഓഫ് കോഴ്സ് ആണ് കേട്ടോ കൊടുത്തേക്കണേ. അത് കുഴപ്പമില്ല, നിങ്ങൾ ഇതല്ലേ പഠിച്ചത്. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ 2 ഇക്വേഷൻസും പറയുന്നുണ്ടല്ലോ. സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. അതായത് ഇന്റഗ്രൽ ടാൻ എക്സിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിൽ പക്ഷെ ഇൻ ടേംസ് ഓഫ് കോഴ്സ് ആണ് കൊടുത്തേക്കണേ. അതായത് ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി, ഇല്ലെങ്കിൽ ലോഗ് sec x plus c. ഈ 2 ഇക്വേഷനും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് എഴുതി, ഇത് വെച്ചിട്ടുള്ള ആൻസർ ആണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ടും കൂടെ എഴുതിക്കും, ഓർ സൈഡിൽ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നമ്മൾ ഇന്നലെ എക്സസൈസ് 7.4 അല്ലേ ചെയ്തോണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഹോംവർക്ക് ആയിരുന്നു, കിട്ടിയായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 7, ക്വസ്റ്റ്യൻ നമ്പർ 6 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തോട്ടോ, വരാത്തവരോടാണ് കേട്ടോ. 7.4 ഇത് റബ്ബ് ചെയ്തോട്ടെ, പ്രണവ് റബ്ബ് ചെയ്തോട്ടെ. ഇന്റഗ്രൽ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx എങ്ങനെ ചെയ്യും?
ഫ്രാക്ഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാം? ഇന്റഗ്രൽ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx മൈനസ് ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം അല്ലേ? ഇനി നമ്മൾ സെപ്പറേറ്റ്ലി സോൾവ് ചെയ്യാണ്. ഓരോ പാർട്സ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാണ്. സോൾവിങ് സെപ്പറേറ്റ്ലി. നമുക്ക് ആദ്യം ഇന്റഗ്രൽ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യാം? ലെറ്റ് പുട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടി. ഡെറിവേറ്റീവ് എടുത്തേ. 2x dx ഈക്വൽ dt. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാ, 2x dx dt ആണ്. അപ്പൊ x dx എന്താ? dt by 2 റൂട്ട് ഓഫ് ടി. ഇനിയോ which is equal to 1 by 2 integral dt by root t. എന്ന് പറഞ്ഞാൽ എന്താ? 1 by 2 integral dt റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 by 2 ആണ്. 1 by t റേസ് ടു 1 by 2 എന്ന് പറഞ്ഞാൽ ടി റേസ് ടു മൈനസ് 1 by 2 dt which is equal to 1 by 2 t റേസ് ടു 1 by 2 divided by 1 by 2. ക്യാൻസൽ ചെയ്ത് ആൻസർ എത്രയാ? ടി റേസ് ടു 1 by 2 പ്ലസ് c1. ഇനി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 1 റേസ് ടു 1 by 2 പ്ലസ് c1 which is equal to റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് c1. ഇതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. കിട്ടിയോ? ഇനി അടുത്ത ചെയ്യാം. ഇന്റഗ്രൽ 1 by root of x square minus 1 dx. ഇക്വേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു അല്ലേ? ഇന്നലെ പഠിച്ച എന്താ? ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താ പഠിച്ചേ? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി അല്ലേ? ഇത് പഠിക്കണേ, ബൈ ഹേർട്ട് ചെയ്യണം. സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് സി. അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ഇക്വേഷൻ കിട്ടി അല്ലേ? ഇനി നമുക്കറിയാം ഇന്റഗ്രൽ ഇപ്പൊ ആരും എഴുതല്ലേ? ഇന്റഗ്രൽ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് അല്ലേ? ഇനി ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്താണ് നമുക്ക് കിട്ടിയത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്താ? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് സി. ഇവിടെ സി കിട്ടുന്നത്. ദിസ് ഈസ് ദി ആൻസർ. കിട്ടിയോ? പ്രണവിന് കിട്ടുന്നുണ്ടോ?
കഴിഞ്ഞ ഐശ്വര്യ കംപ്ലീറ്റ് ചെയ്തോ? പ്രണവ് കഴിഞ്ഞോ? Integral x square divided by root of x raised to 6 plus a raised to 6 dx. എങ്ങനെ ചെയ്യും? t is equal to x cube എന്ന് കൊടുക്കാം. അതെന്താ നമ്മൾ അങ്ങനെ എടുത്തേ? t is equal to x cube എന്ന് എടുത്തേ? നമ്മൾ പിന്നെ ഈ കുറച്ച് എന്താ ഇന്റഗ്രൽസ് പഠിച്ചില്ല. അതിനകത്ത് എല്ലാത്തിലും പവേഴ്സ് എങ്ങനെയാ വന്നേക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതായത് സെക്കൻഡ് പവറിലാണ് വന്നേക്കണേ. ഇത് 6 അല്ലേ? അപ്പൊ അതും കൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ടി ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ടി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ? പറഞ്ഞേ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3x സ്ക്വയർ ഡി എക്സ് ഈക്വൽ ഡി ടി. നിങ്ങൾ മാക്സിമം ഇന്റഗ്രേഷന്റെ ക്ലാസ് മിസ്സാക്കാണ്ട് നോക്കാട്ടോ. എന്ന് വെച്ചാൽ ഓരോ എക്സസൈസും ഓരോ മെത്തേഡാണ്. അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കേട്ടോ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? ഡി ടി ബൈ 3 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് റൈസ് ടു 6 എന്ന് പറയാൻ എന്താ? ടി സ്ക്വയർ പ്ലസ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതിന് വേണമെങ്കിൽ 1/3 ഇന്റഗ്രൽ ഡി ടി ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇനി എന്താണ് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ? പറഞ്ഞേ. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഇതാണ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത്. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 1/3 ലോഗ് മോഡ് ഓഫ് ടി പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. ഇനി എന്ത് ചെയ്യാം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1/3 ലോഗ് മോഡ് ഓഫ് ടി എന്താ? എക്സ് ക്യൂബ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് റൈസ് ടു 6 പ്ലസ് എ റൈസ് ടു 6 പ്ലസ് സി. This is the answer. കംപ്ലീറ്റ് ചെയ്തോ?
Ninth question, integral sec square x divided by root of tan square x plus 4 dx. എങ്ങനെയാ ചെയ്യാ? t ഈക്വൽ ടു tan x എന്ന് കൊടുക്കുക. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാ? sec square x dx equal dt, which is equal to integral dt by root of t square plus 4. 4 നമുക്ക് 2 square എന്ന് എഴുതാലോ. ഇനി പറഞ്ഞേ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? പറ. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലോഗ് മോഡ് എക്സ് പ്ലസ് എക്സ് അല്ല ടി പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് സി. ഇനി വാല്യൂ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4 പ്ലസ് സി. ദിസ് ഈസ് ദി ആൻസർ. കിട്ടിയോ? Next question. Integral 1 by root of x square plus 2x plus 2 dx. എങ്ങനെ ചെയ്യും? പറ. a plus b the whole square. ഇവിടെ a എന്താ? നമുക്കറിയാം ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാമല്ലോ അല്ലേ? ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്താ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ? അല്ലേ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 അല്ലേ? പ്ലസ് 1. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി എന്താ ചെയ്യാം? ടി എന്തിനാ ടീന്ന് കൊടുക്കണേ? എക്സ് പ്ലസ് 1. എക്സ് പ്ലസ് 1 ഈക്വൽ ടി. ഇനി എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. ഡി എക്സ് ഈക്വൽ ടു ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് പറ. log mod x plus root of x square plus a square plus c. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്താ കിട്ടുക?
log mod t plus root of t square plus 1 plus c, which is equal to log mod t എന്താ x plus 1 plus root of x square plus 2x plus 2 plus c. ഇതല്ലേ ആൻസർ? കിട്ടിയോ? കഴിഞ്ഞോ? ഐശ്വര്യ കഴിഞ്ഞോ? Integral dx divided by 9x square plus 6x plus 5. എന്താ ചെയ്യാ? പറ. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടാ? അതെങ്ങനെയാ കിട്ടിയ? ഐശ്വര്യക്ക് മനസ്സിലായോ എങ്ങനെയാ ഫാക്ടറൈസ് ചെയ്യണേ? നമുക്ക് എപ്പോഴും ഈ എക്സസൈസ് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഉള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഡിനോമിനേറ്റർ എന്ത് വേണം? ഒരു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിൽ വേണം, അതായത് രണ്ട് സ്ക്വയർ ടേംസിന്റെ സമ്മായിട്ട് വേണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കുള്ളത് 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 ആണ്. അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു ടേമിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുമോ? പറ്റുമോ? ഇവിടെ നോക്കാം, 9x സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയറാ? 9x സ്ക്വയർ 3x അല്ലേ? അപ്പൊ 3x. പിന്നെ എന്തിന്റെങ്കിലും ഒരു സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നടുക്കത്തെ ടേം എങ്ങനെ വരണം? 2 ഇൻറ്റു എ ബി അല്ലേ? ആ ഫോമിലല്ലേ വരണം. 2 ഇൻറ്റു എ ഇൻറ്റു ബി ആണ് എന്ത്? 6x എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ എന്താ ഇവിടെ 2 ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 6x ആയിരിക്കണം. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടി? 3x കിട്ടി അല്ലേ? അപ്പോൾ നോക്കിക്കേ, 2ab എന്ന് പറയുന്നത് 2 ഇൻറ്റു 3x ഇൻറ്റു ബി ആണ് അല്ലേ? അതായത് 6x ഇൻറ്റു ബി ആണ് അല്ലേ? അപ്പൊ ബി എന്ന് പറയുന്നത് എന്താ? 1 അല്ലേ? 6x ഇൻറ്റു ബി 6x ആണെങ്കിൽ ബി 1 ആവണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ബി ആരാ?
1. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്നതിനെ നോക്കിക്കേ, 3x plus 1 the whole square എന്താന്ന് നോക്കിയേ, 3x plus 1 the whole square പറ. 3x ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9x സ്ക്വയർ പ്ലസ് 2 into 3x എന്ന് പറയുന്നത് 6x പ്ലസ് 1 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1. അപ്പൊ 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1 എന്ന് കിട്ടി അല്ലേ? പക്ഷെ നമുക്കിവിടെ ഉള്ള എന്താ, 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1 പ്ലസ് 4 എന്ന് എഴുതാമല്ലോ അല്ലേ? അതായത് എന്താ, 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. കിട്ടിയോ? അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാക്കി എഴുതാം? 1 by 3x plus 1 the whole square plus 2 square dx ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം. ഇനി നിങ്ങൾക്ക് ചെയ്യാമല്ലോ, ഒന്ന് ചെയ്തേ. എന്താണ് dx? ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ഇക്വേഷൻ എന്താ? 1 by a tan inverse x by a plus c. ആ ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ജ്യോതിസിന് കിട്ടുന്നുണ്ടോ? ചെയ്തു കഴിഞ്ഞോ? ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്താ? 1 by a tan inverse x by a plus c which is equal to a യുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്. 1 by 2 tan inverse ഒരു സെക്കൻഡ്, ഇവിടെ നമ്മൾ ഇങ്ങനെ കിട്ടി. ഇനി ഈ 3x പ്ലസ് 1 ചെയ്യുന്ന കൊടുക്കാമല്ലോ ഇല്ലേ? പുട്ട് 3x പ്ലസ് 1 ഈക്വൽ t. അപ്പം എന്താ കിട്ടുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3dx ഈക്വൽ dt. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ dt ബൈ 3 ഇൻറ്റു t സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 by 3 ഇൻറ്റു എന്ത് ചെയ്യുക? 1 by 2 tan inverse t by a plus c which is equal to 1 by 6 tan inverse t യുടെ വാല്യൂ എത്രയാ? 3x plus 1 by 2 plus c. This is the answer. ഇങ്ങനെയാണോ ആൻസർ കിട്ടിയത്? ഇവിടെ നമുക്ക് 3x plus 1 ആണ് t. 3x plus 1 t എന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്തായിരുന്നോ? അങ്ങനെ കൊടുത്തോ? കൊടുത്ത് കാണില്ല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dx എന്ന് പറയുന്നത് dt by 3 ആണ്. അത് കൊടുത്തായിരുന്നു. കഴിഞ്ഞോ?
കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Integral 1 divided by root of 7 minus 6x minus x square dx. ഇതെങ്ങനെയാ ചെയ്യാം? ഇവിടെ എങ്ങനെയാ ഫാക്ടറൈസ് ചെയ്യണേ? മൈനസ് മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ x plus 3 the whole square plus 4 square. ഇങ്ങനെയാണോ കിട്ടിയത്? ഇങ്ങനെയാണോ കിട്ടിയത്? ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ശരിയാണ്. ഇതല്ലേ 7 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ, ഇങ്ങനെയല്ലേ? 7 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇവിടുന്ന് ഞാൻ 7 മൈനസ് ഈ മൈനസ് കോമൺ എടുക്കാൻ എക്സ് സ്ക്വയർ പ്ലസ് 6x എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി ഈ ഒരു ടേമിനെ ഞാനൊരു കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ആക്കാൻ പോവുക. അതെങ്ങനെയാ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്? എന്താ പ്ലസ് മൈനസും ചെയ്യണ്ടേ? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? 6. 6ന്റെ ഹാഫ് ആരാ? 3. 3യുടെ സ്ക്വയർ എത്രയാ? 9. അതെന്ത് ചെയ്യാ? ആഡ് ചെയ്യാ, സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 7 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9. എന്തിന്റെ സ്ക്വയറാ? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്. ഇവിടുത്തെ സൈൻ ഇടുക, പ്ലസ് ആണ്. 9ന്റെ സ്ക്വയർ 3. സോ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ആണ്, മൈനസ് 9 അല്ലേ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 മൈനസ് ഈ മൈനസ് 9 ഉണ്ട് അല്ലേ? മൈനസ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ which is equal to 16 minus x plus 3 the whole square അല്ലേ, which is equal to 4 square minus x plus 3 the whole square. നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം അല്ലേ? ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഐശ്വര്യക്ക് മനസ്സിലായോ? ഒന്നും കൂടെ പറയണോ? നമുക്ക് തന്നിരിക്കുന്ന 7 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നമ്മൾ എന്താക്കി മാറ്റണം? രണ്ട് ടേംസിന്റെ സ്ക്വയർ ആക്കി മാറ്റണം അല്ലേ? അപ്പോ ഞാൻ എന്ത് ചെയ്തു? ഈ 7 മൈനസ് ഈ ടേമിനെ എന്താ മൈനസ് പുറത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിന് ബ്രാക്കറ്റിനുള്ളിലോട്ട് എടുത്തു. അപ്പൊ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 6x എന്ന് കിട്ടും. അപ്പൊ ഇതൊരു എന്താ ഒരു കംപ്ലീറ്റ് ഒരു സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തു. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ എടുക്കാം, അത് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. എക്സിന്റെ കോഎഫിഷ്യന്റ് 6 ആണ്, 6ന്റെ പകുതി എത്രയാ? 3 ആണ്. 3യുടെ സ്ക്വയർ 9 ആണ്. ആ 9 ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ഈ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എങ്ങനെ ഇതായി എന്ന് മനസ്സിലായോ? ഇതിനകത്ത് നിന്ന് ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് മനസ്സിലായോ? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സിന്റെ കൂടെയുള്ള സൈൻ നോക്കാം, പ്ലസ് ആണ്. 9ന്റെ റൂട്ട് 3.
അപ്പോൾ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 9. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ 7 മൈനസ് മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 ആണ്. മൈനസ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ, അതായത് 4 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. ഇനി പറഞ്ഞേ എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ പറഞ്ഞേ. ഇന്റഗ്രൽ dx divided by root of a square minus x square എന്താ? sin inverse x by a plus c. That is equal to sin inverse. ഇവിടെ നമുക്ക് ഈ എക്സ് പ്ലസ് 3 വേണമെങ്കിൽ ടി എക്സ് പ്ലസ് 3 ടി എന്ന് എടുക്കാം. അപ്പോൾ ഡി എക്സ് ഈക്വൽ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ടി ബൈ റൂട്ട് ഓഫ് 4 square minus t square which is equal to sin inverse t by 4 plus c which is equal to sin inverse t യുടെ വാല്യൂ എന്താ? x plus 3 by 4 plus c. This is the answer. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ? നിങ്ങളുടെ സ്കൂളിലെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞോ? കംപ്ലീറ്റ് കഴിഞ്ഞോ? വെക്ടേഴ്സും കൂടി ഉണ്ട്. വെക്ടർ തുടങ്ങി. മറ്റേ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞോ? ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അതുവരെയുള്ളൂ. 3D ഉണ്ട്. ഇനി 3D ഉണ്ട്. 3D ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തനിയെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കോ? ക്വസ്റ്റ്യൻ തരാം, ഇതേപോലെയാണ് കേട്ടോ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ഇതൊന്ന് ചെയ്തേ. ഇതേപോലെ തന്നെ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ.
കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടോ ഐശ്വര്യ? Integral dx divided by root of x minus 1 into x minus 2. X minus 1 into x minus 2 എന്താ? Which is equal to x square minus 2x minus 3x plus 2. ഇനി ഇതിനെങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുക? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എടുക്കുക, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എടുക്കുക, എത്രയാണ്? 3. 3യുടെ ഹാഫ് 3/2. 3/2ന്റെ സ്ക്വയർ 9/4. 9/4 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. Which is equal to x square minus 3x plus 9/4 minus 9/4 plus 2 അല്ലേ? Which is equal to എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x minus 3/2 the whole square. x minus 3/2 the whole square അല്ലേ ഇത്രയും പോർഷൻ എന്ന് പറയണേ അല്ലേ? ഒന്ന് നോക്കിയേ, x square minus 2 into x into 3/2 plus 3/2 square 9/4 അല്ലേ? x square minus 3x plus 9/4 അല്ലേ? x square minus 3x plus 9/4 എന്ന് പറയുന്നത് x minus 3/2 the whole square ആണ്. ഇനി minus 9/4 plus 2 ആണെങ്കിൽ -2 ഇങ്ങനെ ആക്കാം, which is equal to x minus 3/2 the whole square minus 9 minus 8 1/4 അല്ലേ? which is equal to x minus 3/2 the whole square minus 1/2 the whole square. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെയാക്കാം? ഇങ്ങനെ ആക്കി എഴുതാം. ഇത്രയും കിട്ടിയായിരുന്നു എല്ലാവർക്കും? കിട്ടിയോ? ബാക്കിയാണോ കിട്ടാത്ത? ഓക്കെ. ചെയ്തില്ലേ നിങ്ങള്? ഇത് കിട്ടിയില്ലായിരുന്നോ? ഓക്കെ. ഇനി എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ dx divided by root of ഇതിനെ എങ്ങനെ എഴുതാം? x minus 3/2 the whole square minus 1/2 the whole square. ഇനി എന്ത് ചെയ്യാം? let t equal x minus 3/2 for dt equal dx അല്ലേ? which is equal to integral dt divided by root of t square minus 1/2 the whole square. എന്താണ് ഇക്വേഷൻ? integral dx divided by root of x square minus a square പറഞ്ഞേ. root of x square minus a square എന്താ? log mod x plus root of x square minus a square plus c, which is equal to log mod t plus root of t square minus 1/4 plus c, which is equal to log mod t എന്താ? x minus 3/2 plus root of x square minus 3x plus 2 plus c. This is the answer. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാട്ടോ. ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യണേ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇത് ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? വേഗം എഴുതട്ടോ.
ആ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ. അപ്പോൾ ടി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ നമ്മൾ ടി എന്ന് പറയുന്നത് എക്സ് മൈനസ് 3/2. എഴുതിക്ക് എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ. ഇതല്ലേ എക്സ് മൈനസ് 3/2 3/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എ എന്താ 1/2 അല്ലേ, 1/2 അല്ലേ. ആ പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. നോക്കി എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ്, ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം മൈനസ് ആണ്, ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം കിടക്കുന്ന എഴുതിയത്. നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 3x+2 മാറ്റി 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 മാറ്റിയല്ലേ താഴത്തെ ഫോമിലോട്ട് കൊണ്ടുവന്നെ. അതിന് പകരം വെള്ളത്തെ ഫോം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എ എന്ന് പറയുന്നത് അത് നമുക്ക്, അത് നമ്മുടെ 1/2. ഇത് നമ്മളുണ്ടല്ലോ, ഇത് ഈ സ്ക്വയർ ടേം അല്ലേ, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ആൻസറാണ് കിട്ടുക, എക്സ് സ്ക്വയർ മൈനസ് 3x+2. ഇങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. പ്ലസ് ചെയ്ത് കഴിഞ്ഞോ? കിട്ടുന്നുണ്ടോ ചോദിച്ചേ? കിട്ടുന്നുണ്ടോ? കിട്ടിയ ആൻസർ കിട്ടിയോ? പ്രഭാവം കിട്ടിയ ആൻസർ ബോർഡിൽ എഴുതോ? എന്നാ പ്രഭം
എങ്ങനെയാണ് 9/4 കിട്ടിയേ? ആ 3xന്റെ ഹാഫിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. 3യുടെ ഹാഫ് എന്ന് പറയുന്നത് 3/2 ആണ്. 3/2ന്റെ സ്ക്വയർ ആണ് 9/4. അത് എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനോട് ആഡ് ചെയ്യുകയും ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, കുറച്ചും കൂടെ വലുതാക്കി എഴുതോ? മായ്ക്കണ്ട. ആ, അത് വലുതാക്കണ്ട. ഇനി എഴുതുമ്പോ കുറച്ചും കൂടെ വലുതാക്കി. ഇങ്ങനെയാണോ കിട്ടിയ എല്ലാവർക്കും? ക്വസ്റ്റ്യനിൽ 1/√8 + 3x അല്ലായിരുന്നു അല്ലേ? അത് കുഴപ്പമില്ല. നിങ്ങൾ ഏതാ ചെയ്തേ? ഐശ്വര്യ ഏത് ക്വസ്റ്റ്യൻ ഇട്ടാ ചെയ്തേ? 8 + 3x ആണോ ചെയ്തേ? ഐശ്വര്യ ഏത് ക്വസ്റ്റ്യൻ ഇട്ടാ ചെയ്തേ? അപ്പൊ സൈനിന് വ്യത്യാസം വരും കേട്ടോ. അവിടെ എഴുതിയേക്കുന്ന കറക്റ്റാ. അവിടെ അത് ചെയ്തേക്കുന്ന കറക്റ്റാ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിൽ 8 + 3x എന്നാ കൊടുത്തേക്കണേ അല്ലേ? അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന sin ഇൻവേഴ്സ് 2x - 3 എന്നാ കിട്ടുക. അങ്ങനെയാണോ കിട്ടിയത്? ജ്യോതിസ് ഏത് ക്വസ്റ്റ്യൻ ഇട്ടാ ചെയ്തേ? ജ്യോതിസ് ഏത് ക്വസ്റ്റ്യൻ ഇട്ടാണ് ചെയ്തത്? അതായത് അവിടെ എന്താ പ്രഭ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യനും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ജ്യോതിസ് ഏത് ക്വസ്റ്റ്യനാ ചെയ്തേ? അത് തന്നെയാണോ എഴുതിയ? എന്താ മനപ്പം. ഓക്കെ, ഇത് മനസ്സിലായോ? ഐശ്വര്യക്ക് കിട്ടിയോ? കിട്ടിയില്ല. ഇവിടെ
നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 8 മൈനസ് 3x മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളപ്പോൾ ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേം എഴുതാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈനും മാറും അല്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് 3x ആകും, മൈനസ് 8 ആകും. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് എന്താക്കണം, സ്ക്വയർ ടേം ആക്കണം. ഓക്കെ, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യാണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. 3യുടെ ഹാഫ് 3/2, 3/2ന്റെ സ്ക്വയർ 9/4. അതെന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എക്സ്, ഇവിടെ എക്സിന്റെ സൈൻ പ്ലസ് 9/4ന്റെ റൂട്ട് 3/2 അല്ലേ, ഇതിന്റെ സ്ക്വയർ. ഇനി മൈനസ് 9/4 മൈനസ് 8, എന്താ മൈനസ് കോമൺ എടുക്കാം, 9/4 പ്ലസ് 8 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 3/2 സ്ക്വയർ മൈനസ് 9 പ്ലസ് 32 എത്രയാ, 41/4 ഇങ്ങനെ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു, ഈ മൈനസ് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ സ്ക്വയർ ഇല്ല കേട്ടോ, അതായത് 41 റൂട്ട് 41/2 മൈനസ് എക്സ് പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയത്. എവിടെ 1/√41/2 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇനി 1/a² മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ പറ, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 3/2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 41/2. ഇവിടെ നമ്മൾ ടീന്ന് കൊടുക്കണം കേട്ടോ, ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഡി എക്സും ഡി ടി സെയിം ആയതുകൊണ്ടാണ് ആൻസർ കറക്റ്റ് കിട്ടിയത്. ഓക്കെ, ഇവിടെ നമ്മൾ ടി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3/2 എന്ന് കൊടുക്കണം. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ്, അതുകൊണ്ടാണ് നമുക്ക് ചേഞ്ച് ഒന്നും വരാതിരുന്നത് കേട്ടോ. ആൻസർ ഇത് കിട്ടും. ഓക്കെ, പ്രണവിന് കിട്ടുന്നുണ്ടോ? പ്രണവ്, കഴിഞ്ഞവരെ അടുത്ത ദിവസം ചെയ്തോട്ടാ, കഴിഞ്ഞവരെ അടുത്ത ദിവസം ചെയ്യാം. കഴിഞ്ഞോ? ഐശ്വര്യ കഴിഞ്ഞോ? നെക്സ്റ്റ് ദിവസം ചെയ്യട്ടാ. Question number 15. Integral 1/root of x minus a into x minus b dx.
ഇന്റഗ്രൽ 1/√(x minus a into x minus b dx). x minus a into x minus b എന്താ പറഞ്ഞേ? ആ x square minus ax x square minus minus bx minus ax plus ab which is equal to x square minus a plus bx plus ab അല്ലേ? ഇനി ഇതിനെന്താ ചെയ്യാ? വീണ്ടും കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് which is equal to x square minus a plus b x. എന്താ ചെയ്യണ്ടേ? എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ, അതായത് എ പ്ലസ് ബിയുടെ ഹാഫ് എ പ്ലസ് ബി ബൈ ടു, അതിന്റെ സ്ക്വയർ എന്താ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 4 അല്ലേ? പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 4 മൈനസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 4 പ്ലസ് എ ബി which is equal to ഇതെന്ന് പറയുന്നത് എന്താ? എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ അല്ലേ? മൈനസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 4 മൈനസ് എ ബി which is equal to എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ 2 the whole square minus a square plus 2ab plus b square minus 4ab divided by 4 which is equal to x minus a plus b by 2 the whole square minus ഇതെന്താ? a square മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? 2ab മൈനസ് 4ab എന്ന് പറയുന്നത് മൈനസ് 2ab ആണ്. അതെന്ന് പറയുന്നത് എന്താ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ ഇങ്ങനെ കിട്ടത്തില്ലേ? സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് എ, ഏതാണ്? ഇതാണോ? 2ab മൈനസ് 4ab എന്ന് പറയുന്നത് മൈനസ് 2ab അല്ലേ? എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇനി പറഞ്ഞ എന്താണ് ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ? അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് t is equal to x minus a plus b by 2 dt equal dx അല്ലേ? So substituting we will get integral dt divided by root of t square minus ഇവിടെ എന്ന് പറയുന്നത് a minus b by 2 the whole square ആണ് അല്ലേ? ഇനി പറഞ്ഞേ what is integral dx divided by root of x square minus a square എന്താന്ന് പറഞ്ഞേ? log mod x plus root of x square minus a square plus c. Substitute ചെയ്യുമ്പോൾ എന്താ കിട്ടുക? പറ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? is equal to log mod t plus root of അതിന് പകരം t square minus a minus b by 2 the whole square plus c which is equal to log mod t എന്താ? x minus a plus b by 2 plus x minus a plus b by 2 the whole square minus a minus b by 2 the whole square എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതുക അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി പ്ലസ് സി, ഇതാണ് ആൻസർ.
റൂട്ട് ഉണ്ട്. ഇനി ഇതിനു പകരം ഇത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. കഴിഞ്ഞോ? കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രണവ് ഉണ്ടോ അവിടെ? പ്രണവ് കിട്ടുന്നുണ്ടോ? ഓക്കെ. Integral 4x plus 1 divided by root of 2x square plus x plus 3 dx. എങ്ങനെ ചെയ്യും? t equal 2x square plus x plus 3. Next up dt equal 4x plus 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്താ കിട്ടുക? 4x plus 1 dx dt by root t അല്ലേ? അല്ലേ? which is equal to integral t raised to minus 1 by 2 dt which is equal to t raised to 1 by 2 divided by 1 by 2 plus c which is equal to 2t raised to 1 by 2 plus c which is equal to 2 root of 2x square plus x plus 3 plus c. This is the answer. കഴിഞ്ഞോ?
Next question. Integral x plus 2 divided by root of x square minus 1 dx. എങ്ങനെ ചെയ്യും? പറ. സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം എന്താ കിട്ടുക? ഇൻ്റഗ്രൽ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 2 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് അല്ലേ? നമുക്ക് സെപ്പറേറ്റ്ലി സോൾവ് ചെയ്യാം. Put t is equal to x square minus 1 dt equal 2x dx അല്ലേ? which is equal to x dx എന്ന് പറഞ്ഞാൽ dt by 2 ആണ്. dt by 2 root t which is equal to 1 by 2 integral t raised to minus 1 by 2 dt which is equal to 1 by 2 t raised to 1 by 2 divided by 1 by 2 plus c1 which is equal to root of x square minus 1 plus c1 ഇങ്ങനെയല്ലേ കിട്ടുക? നെക്സ്റ്റ് integral 2 divided by root of x square minus 1 dx. എന്താണ് integral dx divided by root of x square minus a square? പറഞ്ഞേ. log mod x plus root of x square minus a square plus c. 2 പുറത്തെടുക്കാം. log mod x plus root of x square minus 1 plus c2. Therefore, കഴിഞ്ഞല്ലോ, രണ്ട് ഇൻ്റഗ്രലും കണ്ടുപിടിച്ചു. ഇൻ്റഗ്രൽ x plus 2 divided by root of x square minus 1 dx എന്ന് പറയുന്നത് എന്താണ്? root of x square minus 1 plus 2 log mod x plus root of x square minus 1 plus c. കിട്ടിയോ?
ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്ന് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 19 ചെയ്ത് കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? Question number 19. Integral 6x plus 7 dx divided by root of x minus 5 into x minus 4. ഈ ക്വസ്റ്റ്യൻ നോക്കി ചെയ്ത് നോക്കി. ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യാം കേട്ടോ. കിട്ടുന്നുണ്ടോ?
ബിലാലിന് എന്ത് പറ്റി? ബിലാലിന് എക്സാം കഴിഞ്ഞില്ലേ അവരുടെ? ആണ്. മാനസ് അവര് മൂന്നുപേരും ഒരേ ക്ലാസ് അല്ലേ? പ്രണവുണ്ടല്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ, കുറച്ച് ലെങ്തിയാണ് കേട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രണവ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? താങ്ക് യു. ഡൗട്ട് ഉണ്ട്. പ്രഭം വീഡിയോ കോഴ്സ്